ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജിക്കെതിരെ സർക്കാരും ദേവസ്വം ബോർഡും ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. ശബരിമലയുടെ സമഗ്ര വികസനത്തിന് ഗുണം ചെയ്യുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ കോടതിക്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോടതി മറുപടി ആവശ്യപ്പെട്ടത്. സൂര്യശ്രീ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യ, ഇതിലൊരു സുതാര്യതയുടെ കുറവുണ്ട് എന്നുള്ള വിമർശനം നേരത്തെ ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉയർത്തുകയും ചെയ്തിരുന്നു. ആരാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന ചോദ്യം, അതുപോലെ ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പരിപാടി, ഇത്തരത്തിലൊരു പരിപാടി സ്പോൺസർഷിപ്പ് വാങ്ങിയാണോ നടത്തേണ്ടത് എന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കോടതി മുന്നോട്ട് വെച്ചതാണ്. അതിൽ സർക്കാർ മറുപടി നൽകാൻ പോകുന്നു. വിവരങ്ങൾ സൂര്യ. റിജിത്ത്, ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായി ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ ഈ നടപടി. സർക്കാരിനോടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടിയിരിക്കുന്നത്. ഇന്നാണ് ഇവർ രണ്ടുപേരും അവരുടെ നിലപാട് കോടതിയിൽ അറിയിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഈ വിഷയം കോടതി പരിഗണിച്ചിരുന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗം വിശദീകരണം എന്തെന്നാൽ ഇത്തരത്തിലുള്ള ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തന്നെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിന്റെ വികസനവും ബന്ധപ്പെട്ടുള്ളതാണെന്നും ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ളതാണെന്നുമായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ വാദം. ഇതിനായി ഭക്തരായ നിക്ഷേപകരിൽ നിന്ന് സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുമെന്നും ശബരിമലയെ ഒരു ആഗോളതലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ചില അവ്യക്തതകൾ തുടരുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇന്ന് കൃത്യമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകണമെന്നാണ് ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബെഞ്ച് തന്നെ ഈ ഹർജി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഈ ഒരു വിശദീകരണം നൽകുന്നത്. നിലവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താനിരിക്കുന്നത് പമ്പ നദീ തീരത്ത് വെച്ച്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ നിലവിൽ 3 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളിൽ കൃത്യമായൊരു വിശദീകരണം സർക്കാരും ദേവസ്വം ബോർഡും നൽകണമെന്നാണ് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.